സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ഇപ്പൊ റൂമിന്റെ പ്രശ്നത്തില് വല്ലാണ്ട് തല പോഞ്ഞിരിക്കുകയാണല്ലോ. 7 ലക്ഷം രൂപ ഉണ്ടാവണം. രേവതി പറയുന്നുണ്ട് പഴയ സ്വർണത്തിന്റെ കാര്യം. അതായത് നമ്മുടെ ചന്ദ്ര അത് മറച്ചു വിറ്റല്ലോ. ആ ഒരു സ്വർണം ഇപ്പോഴും ചന്ദ്രയുടെ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് സച്ചിയോട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നമുക്ക് ആ സ്വർണ്ണം എടുത്ത് പണയം വെക്കാം, അല്ലെങ്കിൽ വിൽക്കാം. എന്നിട്ട് ആ പണം കൊണ്ട് നമുക്കൊരു കാറ് വാങ്ങിച്ച് വാടകയ്ക്ക് വിട്ടാല് നമുക്ക് ഇച്ചിരൂടെ പൈസ കിട്ടുമല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്കൊരു റൂം പണിയാം, 7 ലക്ഷം രൂപ കിട്ടുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സച്ചി പറയുന്നുണ്ട് അതൊന്നും വേണ്ടാന്ന് കേട്ടോ. കാരണം നമ്മുടെ രേവതി പണ്ട് ശപഥം ചെയ്തിരുന്നല്ലോ, എൻ്റെ സച്ചിയിട്ട് വാങ്ങിത്തരുന്ന സ്വർണം മാത്രമേ ഞാൻ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാര്യം സച്ചി പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ പോയിട്ട് ആ സ്വർണം വേണമെന്നൊക്കെ പറഞ്ഞാലേ നിന്റെ ശബ്ദം എന്തായും ചോദിച്ചിട്ട് അമ്മ ഓർന്നൊക്കെ പറയും. പിന്നെ അത് മതി അവർക്കെന്നെ താഴ്ത്തി കിട്ടാനായിട്ട്. അവരെ ഒരവസരം നോക്കിയിരിക്കുകയാണ്, ഇത് കിട്ടിയാൽ അവരങ്ങ് മുതലാക്കും. അതുകൊണ്ട് ഞാനില്ല, അത് വേണ്ട. എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാന്നേ. നീ വിഷമിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നീ ഉള്ളപ്പോൾ പിന്നെ എനിക്ക് എന്തിനാ രേവതി ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മൾ റെഡിയാക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ സച്ചി ഈച്ചനെ കാണാൻ പോയപ്പോൾ ഈച്ച പറയുന്നുണ്ടല്ലോ, നമ്മൾ രേവതി ഗർഭിണിയായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു റൂം പണിയണം, അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുമ്പോൾ ടെറസിൽ കിടക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. രേവതി ഗർഭിണിയല്ല എന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് അറിയില്ലല്ലോ. സച്ചി കുറെ മാങ്ങയൊക്കെ ആയിട്ട് വരുന്നത് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സച്ചി ആണെങ്കിൽ അവള് ഗർഭിണിയാണെന്ന് തന്നെ ഓർത്തിരിക്കായിരിക്കും. അങ്ങനെ എങ്ങനെ ആ പണം ഉണ്ടാക്കുമെന്ന് കരുതിക്കൊണ്ട് അവരിങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൽ സച്ചിയുടെ ഫ്രണ്ട്സും സച്ചിയൊക്കെ നിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് സച്ചിയുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ 7 ലക്ഷം രൂപയൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാർ ഉണ്ടാക്കണമെങ്കിലേ 5-6 വർഷമെങ്കിലും പിടിക്കും. നമ്മൾ അധ്വാനിക്കുന്ന കാശ് നമ്മുടെ ചെലവും സിയും വീട്ടു ചെലവും എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം പിടിച്ചാൽ പോലും ഒന്നും ആവില്ല. ഒരു ഹോസ്പിറ്റൽ കേസോ വണ്ടിയുടെ ഒരു പണിയോ വന്നാലേ എല്ലാം തീർന്നു. നമ്മൾ അത്രയും നല്ല സ്വരുക്കൂട്ടി വെച്ച എല്ലാ സമ്പാദ്യവേ ആ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോ എന്ന് പറയാണ്. പിന്നെ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ നാലേശം നോക്കിയേ, എൻ്റെ രേവതിയെ ഹാളിൽ തറയിലാ കിടക്കുന്നത്. പകല് മൊത്തം വീട്ടിലെ പണിയും പൂവിക്കാനും പോയിട്ട് ആ പാവം വന്ന് കിടക്കുന്ന തറയില. ഇന്നേ വരെ എന്നോട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിലോ ടെറസില്. അപ്പൊ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങളൊരു ഭാര്യയും ഭർത്താവല്ലേ, നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ ആഗ്രഹമൊന്നുമില്ലേ? സച്ചി പറയാണ്, ആഗ്രഹമൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം, ഞങ്ങള് എങ്ങനെ ഒന്നിച്ച് കിടക്കാനാ? അവിടെ എൻ്റെ അമ്മയോർണം ഉണ്ടല്ലോ, എങ്കിൽ അമ്മയ്ക്ക് ചിന്തിക്കാം. ഞങ്ങള് കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരായ കപ്പിൾസാണ്. എങ്കിൽ ആ റൂമിൽ കിടക്കുന്ന ആരെയെങ്കിലും ഒരു കൂട്ടരെ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസം ഷിഫ്റ്റ് അടിക്കാമെന്നെങ്കിലും അവരോർക്കണ്ടേ? മുത്തശ്ശനപ്പോ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതാ, ഓരോ ആഴ്ച ഓരോ കപ്പിൾസ് മുറിയിൽ മാറി മാറി കിടക്കണമെന്ന്. എന്നിട്ട് എന്തായി, അവസാനം അടി അലമ്പുമായി. എന്റെ ചേട്ടനും ചേട്ടത്തിയും അവർ കഷ്ടപ്പെട്ടു വരുന്നതാണ്. അവർ AC കിടന്നാൽ ഉറക്കം വരുവുള്ളൂ, കട്ടിൽ വേണമെന്നൊക്കെ പറഞ്ഞ് അമ്മ ബഹളം വെച്ചു. ഒരു ദിവസം ഞാൻ ചെന്ന് കയറിയപ്പോഴേ വല്ലാത്തൊരു ദയനീയാവസ്ഥയായിരുന്നടാ. എന്താ സച്ചി എന്താ കാര്യം? രേവതിക്കാണെങ്കിൽ ഒട്ടും സുഖമില്ലാതെ പനിച്ചു കറച്ച് ഇരിക്കായിരിക്കും. ആ സമയത്ത് ഞാൻ വഴക്ക് പറഞ്ഞ് എൻ്റെ ഏട്ടൻ്റെ മുറിയിൽ കൊണ്ട് അവളെ കിടത്തി. അവൾ അവിടെ കിടന്ന് പാവം ഉറങ്ങിപ്പോയി. അവൾക്ക് തീരെ വയ്യായിരുന്നു, നല്ല പനിയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? അവളെ എൻ്റെ അമ്മ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ ഈശ്വര, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ ഒന്നും പറഞ്ഞില്ലടാ? എൻ്റെ വായി തോന്നിയാലും ഞാൻ വിളിച്ചു പറഞ്ഞു. അവൾക്ക് തീരെ സുഖമില്ലായിരുന്നു പാവം, എന്നിട്ട് പോലും ഒരു പരാതിയും പറഞ്ഞില്ല. അങ്ങനെയാ ഞങ്ങള് ഒരു റൂം കൂടി പിടിക്കാൻ തീരുമാനിച്ചത്. അല്ലടാ, നിന്റെ അത്രയും വലിയ വീടല്ലേ, എന്നിട്ടൊരു മുറി പോലും ഇല്ലേ? ആകെപ്പാടെ 3 മുറിയേ ഉള്ളോ? എടാ, പണ്ട് അമ്മയുടെ കാലത്തുണ്ടാക്കിയ ഒരു ചെറിയ വീടായിരുന്നു. അതിൽ പിന്നെ എൻ്റെ അച്ഛൻ ഇന്നോവേറ്റ് ചെയ്താ ബാക്കിയൊക്കെ പിടിച്ചത്. അന്നൊരു മുറിയും അടുക്കളയും മാത്രം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിടിച്ചാ ഇത്രേ ബാക്കി എടുത്തത്. അതിലും മുകളിലൊരു നിലയുണ്ടെങ്കിൽ പോലും അവിടെ ഹാളും ഒക്കെ ഉള്ളൂ, അല്ലാതെ അവിടെ മുറിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എടാ, എങ്കിൽ പിന്നെ ഹാളിൽ തന്നെ ഒരു മുറി അങ്ങ് സെറ്റാക്കിയ പോലെ എന്ന് ചോദിക്കാം കേട്ടോ. ആ ഒരു ഐഡിയ എനിക്കും തോന്നിയിരുന്നു. 2 നില വീടാണല്ലോ സച്ചിന് രേവതിന്. അങ്ങനെ നോക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ നമ്മുടെ സുധീരയൊക്കെ ഒരു മുറിയുണ്ട്, അതുപോലെ വർഷയുടെ മുറിയാണെങ്കിൽ താഴെയാണ്. അങ്ങനെയുള്ളപ്പോൾ ബാക്കിയുള്ളത് 2ാം നില ഹാളാണെങ്കിൽ
ആ ഹാളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ നമ്മുടെ സച്ചിനും രേവതിയുടെ മുറിക്ക്. പക്ഷെ തമിഴില് ഇതുപോലെ തന്നെ പ്രശ്നം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയ വീടാണ്, അതിലിങ്ങനെ മുറിയുടെ ഒരു പ്രശ്നം പറയുന്നുണ്ടല്ലോ. മുറിയുടെ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവരൊരു 3-4 മാസം ഓടിച്ചു വിടുന്നുണ്ട്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ വേണമല്ലോ, സെയിം സ്റ്റോറിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്കും ആ ഒരു സ്റ്റോറി എടുക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി തന്നെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല കേട്ടോ, നമുക്ക് ബാക്കി പറയാം. അങ്ങനെ ടെറസിന്റെ മുകളിൽ റൂം പണിയാനായിട്ട് സച്ചി പറയുന്നുണ്ട്. അച്ഛനെ കുറച്ചു പേരെ കൊണ്ടുവന്നു കാണിക്കൊക്കെ ചെയ്തു. അങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തപ്പോഴാണ് 7 ലക്ഷം രൂപ എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോഴേ ഞങ്ങൾ ഞെട്ടിപ്പോയി. പാവം എൻ്റെ അച്ഛൻ ആ വീടിന്റെ പേരിൽ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അതിന് മേലെ കുറച്ചുകൂടി കൂട്ടി വെച്ച് കുറച്ച് പൈസകൾ എടുക്കാന്നാ അച്ഛൻ കരുതിയത്. മാസം മാസം എന്നിട്ട് എല്ലാവർക്കും കൂടി അടച്ചു പോവാന്നാ അച്ഛൻ പറഞ്ഞേ. എൻ്റെ അമ്മയാണെങ്കിലോ അതിന് സമ്മതിച്ചില്ല. അത് അമ്മയുടെ വീടാണെന്നും അച്ഛൻ കൊടുത്താണെന്നൊക്കെ പറഞ്ഞ് അമ്മ കുറെ അച്ഛനെ വേദനിപ്പിച്ചു. പാവ അച്ഛൻ കരച്ചിലാണെന്നടാ എന്നൊക്കെ പറയുമ്പോ എന്തൊരു ദുഷ്ടിയാണോ നിന്റെ അമ്മ? സച്ചി പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ചെറുപ്പകാലം തൊട്ടേ അമ്മയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞു തിരുത്താൻ പറ്റുമോ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നല്ലാതെ വേറൊരു മാർഗം ഇല്ലെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അല്ല ഇനി എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ലടാ, എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോ കൂട്ടുകാരനാണെങ്കിൽ ഈ വഴിയിൽ നിന്ന് കപ്പലണ്ടി വറുത്തത് കിട്ടുമല്ലോ, അതിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞുകൊടുന്ന് സച്ചിക്കും കൊടുക്കുന്നുണ്ട്. അവരും കഴിക്കാണ്. അല്ലടാ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് മറ്റേ സുഹൃത്ത് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലടാ എന്നും പറഞ്ഞ് സച്ചി ഈ കപ്പലണ്ടി മുഴുവൻ തിന്നു തീർക്കുന്നുണ്ട്. എന്നിട്ട് ആ പേപ്പർ കളയാൻ പോകുമ്പം സച്ചിക്ക് എന്തോ ഒരു ഇതടിച്ചിട്ട് സച്ചി തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കാണുന്നത് ഒരു മത്സരത്തിന്റെ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. ആ മത്സരത്തിൽ വിജയിച്ചാല് കിട്ടാൻ പോണത് 5 ലക്ഷം രൂപയാണ് കേട്ടോ. ഒന്നാം സമ്മാനമായിട്ട് 5 ലക്ഷം രൂപയാണ്. ഇത് കാണുന്ന സച്ചി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എടാ ഇത് കണ്ടോ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മത്സരിച്ചാലേ 5 ലക്ഷം രൂപ കിട്ടുമെന്ന്. അതെന്തൊരു മത്സരമാടാ എന്നൊക്കെ പറയുമ്പം എടാ ഇങ്ങനത്തെ കുറെ TV ഷോ ഇപ്പൊ ഉണ്ടടാ. 50 ലക്ഷം രൂപയൊക്കെയാ ചിലതിന്റെ ഒന്നാം സമ്മാനം. ഇത് 5 ലക്ഷം രൂപയുള്ളോ എന്ന് ചോദിക്കുമ്പം ഉള്ളടാ, ഏതാണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എടാ ഇതാകെപ്പാടെ 3 എപ്പിസോഡേ ഉള്ളൊരു വലിയൊരു ചലഞ്ചിങ്ങാ. കുറെ കപ്പിൾസ് കാണുമെന്നാ പറയുന്നത്. ഇതിന്റെ ഓഡീഷനെ ഈ വരുന്ന ഞായറാഴ്ച നടക്കുമെന്ന്. നീ രേവതിയും ഒന്ന് പോയി നോക്കടാ, നിങ്ങളുടെ നല്ല ജോഡിയല്ലേ, പരസ്പരം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അല്ലടാ ഇതെന്തായിരിക്കും സംഭവം? അതൊന്നും അറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ. നിബന്ധന ഭാര്യയും ഭർത്താവും ആയിരിക്കണമെന്ന് മാത്രമുള്ളടാ, നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അപ്പൊ വിദ്യാഭ്യാസം ഒന്നും പ്രശ്നമല്ലല്ലോ അല്ലേ? ആയിരിക്കില്ലടാ, നീ ചെന്ന് നോക്ക് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സച്ചി ഈ കാര്യം പോയിട്ട് രേവതിയോട് പറയുന്നുണ്ട്. രേവതി പറയാണ്, സംഭവം കൊള്ളാം, പക്ഷെങ്കില് എനിക്കൊരു മടി പോലെ. ഇതൊക്കെ അമ്മയൊക്കെ അറിഞ്ഞാ എന്തൊക്കെ പറയും? ദേ നമ്മൾ ആര് പറഞ്ഞു വിചാരിക്കേണ്ട കാര്യമില്ല. നോക്കിയേ, ഒന്നാം സമ്മാനം 5 ലക്ഷം, രണ്ടാം സമ്മാനമേ 3 ലക്ഷം രൂപയും, മൂന്നാം സമ്മാനം 1 ലക്ഷം രൂപയുണ്ട്. എന്തെങ്കിലും കിട്ടിയാ നമുക്ക് അത്ര ആവത്തില്ലേ നമ്മുടെ റൂം പണിയാൻ? നമ്മൾ രണ്ടുപേരും കൂടി അധ്വാനിച്ച് ഉണ്ടാക്കുന്നാകുമ്പളേ അതിനൊരു ക്രെഡിറ്റ് നമുക്കുണ്ടല്ലോ എന്ന് പറയുന്നു കേട്ടോ. രേവതി പറയുന്നുണ്ട്, എന്തായാലും ഇത് കൊള്ളാം. ഞായറാഴ്ച ഓഡിഷൻ, എന്താ ചെയ്യേണ്ടതെന്ന് സച്ചിൻ അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ നിന്നെ വിളിച്ചേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നമുക്ക് ശ്രുതിയോട് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട്, ശ്രുതിയല്ല കേട്ടോ, തമിഴിലെ ശ്രുതിയാണ്, മലയാളത്തിലത് വർഷയാണ് കേട്ടോ. വർഷയോട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി ആണെങ്കിൽ ആ ഒരു പേപ്പറും കൊണ്ട് നേരെ വർഷയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. വർഷ ചോദിക്കുകയാണ്, ആഹാ എന്താ സച്ചിയുടെ ഒരു ചേച്ചിയും കൂടി ഇങ്ങോട്ട്? പതിവില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം കാണിക്കാൻ കൊണ്ടുവന്നതാ. ഇത് കണ്ടോ, ഇതേ ഒരു കപ്പിൾസ് ചാലഞ്ചാ. ഇതിൽ മത്സരിച്ച് ഫസ്റ്റ് കിട്ടിയാലേ 5 ലക്ഷം രൂപ കിട്ടുമെന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുറി പണിയാലോ. ഓ ഡ്രീംസ് ഒക്കെ കൊള്ളാം, അതിന് നമ്മൾ പോയി പങ്കെടുക്കണ്ടേ? അതാ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ ഞാൻ വന്നത് എന്ന് പറയുമ്പോ അതൊക്കെ നോക്കാം ഇനി കാണിച്ചേ എന്ന് പറയുന്നതിന് കേട്ടോ. ആഹാ ഇത് കൊള്ളാലോ, ഇത് ഒരു ചാനലിന്റെ പരിപാടിയൊന്നുമില്ല, ഇതിവിടെ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന വലിയൊരു കമ്പനിയുണ്ട്, അതിന്റെ ലോഞ്ചിങ്ങിന് പ്രമോഷനാ. ആണോ? എന്ത് കമ്പനിയാ? ഇത് കണ്ടിട്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എന്തായാലും ഈ ഒരു ഷോയോട് കൂടി അത് പബ്ലിഷ് ആവുമായിരിക്കും എന്നവർ പറയുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ഷോപ്പ് അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ചെറിയൊരു മാള് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്.
എന്തായാലും ഇതിനകത്ത് കപ്പിൾസിനെ ആവശ്യമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാകുമ്പോളേ എല്ലാ ഫാമിലിയിൽ നിന്നുള്ള കപ്പിൾസ് ആയിരിക്കും അവിടെ ചെല്ലുക. അവരുടെ പരിപാടി കാണാനായിട്ട് അവരുടെ റിലേറ്റീവ്സും ബാക്കി എല്ലാവരും വരും. അവരുടെ ഫാമിലി മെമ്പേഴ്സും 2 കുടുംബത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും അങ്ങനെ എല്ലാവരും വരും. അങ്ങനെയുള്ളപ്പോൾ ഇത് നല്ലൊരു പരസ്യമാവും. അതുകൊണ്ട് അങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് പറയുന്നുണ്ട്. കൊള്ളാലോ, ഇത് നല്ല ഐഡിയ ആണല്ലോ. അതെ, ഇത്രയും പേരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോഴേ അതും ടി വിയിലും ന്യൂസിലൊക്കെ ശ്രദ്ധ നേടും. അങ്ങനെ ഇവരുടെ ഈ ഒരു കട ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കടയ്ക്ക് വലിയൊരു പബ്ലിസിറ്റി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെറും 5-10 ലക്ഷം രൂപ മുടക്കിയാലേ ഇവർക്ക് 1 കോടി രൂപ മുടക്കുന്നതിൻ്റെ അത്ര പബ്ലിസിറ്റി കിട്ടും. അത്രയ്ക്ക് മൈൻഡ് അവരുടെ എന്ന് പറയുമ്പോൾ അതെന്തായാലും കൊള്ളാം അല്ലേ എന്ന് പറയണ സച്ചി. അല്ല, ഇതെന്ത് പരിപാടിയാ, നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് ചോദിക്കാം കേട്ടോ. ഇതൊരു കപ്പിൾ ഗെയിമാ. ഏകദേശം 3 റൗണ്ടായിട്ട് നടക്കുന്നേ. 3 ദിവസമായിട്ട്, അതായത് ഇന്ന് നാളെ നാളെ കഴിഞ്ഞ് അങ്ങനെ നടക്കാൻ പോണേ. 3 എപ്പിസോഡേ കാണുകയുള്ളൂ. ഇത് ചാനൽ വഴി ഇവരിത് കൊടുക്കുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ ചാനലിലും ഇത് അപ്ലോഡ് ആവും. അത് മാത്രമല്ല, നെറ്റിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഈ ഒരു പരിപാടി അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏറ്റവും ബെസ്റ്റ് കപ്പിളിനെ ആയിരിക്കും തിരഞ്ഞെടുക്കാൻ പോവാ. അവർക്ക് 5 ലക്ഷം രൂപയും നോക്കി ഈ 1 പവന്റെ സ്വർണമായിരിക്കും സമ്മാനമായിട്ട് കിട്ടാൻ പോണേ. പിന്നെ വേറെ എന്തൊക്കെയോ സ്ക്രാച്ചിന് മീനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ചേർന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കണമെന്നാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയുള്ളപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കും. വരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാവുമല്ലോ. അവർ ഐഡിയ കൊള്ളാമല്ലേ. എങ്കിൽ വർഷേ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ശ്രുതിയും കൂട്ടാം, നമുക്ക് 3 കപ്പിൾസിനും പോയാലോ എന്ന് ചോദിക്കാണ്. സച്ചി പറയുന്നുണ്ട്, അത് ശരിയാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. അങ്ങനെ എത്ര പേർക്ക് ഇതിൽ ചേരാൻ പറ്റുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതങ്ങനൊന്നും ഇല്ല. എന്തായാലും ഈ ഞായറാഴ്ച ഓഡീഷൻ അല്ലേ, നമുക്ക് പോയി നോക്കാം, ആരൊക്കെ സെലക്ട് ആവും നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് എല്ലാവരും കൂടി 3 പേരോട് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല, ശ്രുതിയും വർഷയൊക്കെ പോകുന്നതിൽ ഒരു കാര്യമുണ്ട്. അവരുടെ ഭർത്താക്കന്മാര് വെൽ സെറ്റിൽഡ് ആണ്. അവർക്ക് പറയാനൊരു ജോലിയുണ്ട്. അവരുടെ ഭർത്താക്കന്മാര് വിദ്യാഭ്യാസമുണ്ട്. നീ എന്തിനാണ് ഇവനെ കൂട്ടി പോവാൻ നിൽക്കുന്നേ? നിനക്കും വിദ്യാഭ്യാസവും ഇല്ല, അവനും ഇല്ല. നീ ചെയ്ത ജോലി എന്താ? വഴിനീളെ കൊണ്ടു നടന്ന് പൂ വിൽക്കുന്നു. അവനോ ഡ്രൈവർ, 50-നും 100-നും വേണ്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ. നാളെ കൊണ്ടോടി നിനക്ക് ഇവനെ പൊക്കിക്കൊണ്ട് പോവാൻ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മേ, ഞങ്ങൾ നല്ലൊരു ഫംഗ്ഷന് പോവാ, എന്റെ വായിന്ന് ഒന്ന് മേടിച്ചു കിട്ടാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സച്ചി പറയാണ്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അമ്മയുടെ വയറ് നിറഞ്ഞല്ലോ, എനിക്ക് അത്രയ്ക്ക് ആശ്വാസം എന്നും പറഞ്ഞ് സച്ചി കളിയാക്കിയിട്ട് എവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, പോടിപ്പോ, നീ ഓഡീഷന് പോലും ജയിക്കാൻ പോകുന്നില്ല, എന്റെ ശാപമാ, നീ നോർത്തോ എന്നും പറഞ്ഞാണ് കേട്ടോ പറഞ്ഞു വിടുന്നത്. വർഷ ചോദിക്കാണ്, എന്താ ആന്റി ഇത്, ഒരു പ്രോഗ്രാമിന് പോവല്ലേ? ആ സമയത്ത് പോയിട്ട് ആ മക്കളെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിടാനുള്ളതിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? രേവതിയും അമ്മയുടെ മരുമകളല്ലേ, സച്ചേരൻ അമ്മയുടെ മകനല്ലേ. അപ്പോ അമ്മ കുറച്ചെങ്കിലും ഒന്ന് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. അമ്മയ്ക്ക് 19 വയസ്സായില്ലേ, അതിനെങ്കിലും മെച്യൂരിറ്റി കാണിക്കാമേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഇറങ്ങിപ്പോകുമ്പം അവൾക്ക് ആകെപ്പാടെ ഒരു നാണം കിട്ട അവസ്ഥയിൽ ഇരിക്കായിരിക്കും. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, വർഷമോള് പറഞ്ഞത് എന്തായാലും അസലായിട്ടുണ്ട്. നിനക്ക് 55 വയസ്സായെങ്കിലും 50 പൈസയുടെ വിവരമില്ല, അവൾ പറഞ്ഞത് കറക്റ്റാ എന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങളും കൂടി പറഞ്ഞോ, നിങ്ങളും പോകാൻ പറ്റായിരുന്നോ മക്കളുടെ പിന്നാലെ? അത് പറഞ്ഞപ്പോൾ ഓർത്തേ, നമുക്കൂടി പോയി പങ്കെടുത്താലോ, നല്ല രസമായിരിക്കും. വയസ്സനാം കാലത്ത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്നും പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ്. അതെ, വയസ്സാണത് ശരീരത്തിനാട്ടോ, മനസ്സിനല്ല എന്നും പറഞ്ഞ് രവീന്ദ്രൻ അവളെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര, പോയ 3 മക്കളും സെലക്ട് ആവണേ എന്നാണ് കേട്ടോ ആ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇവര് 3 കൂട്ടരും ഓഡീഷനായിട്ട് പോയിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ ഒരുപാട് കപ്പിൾസ് എന്ന് വെച്ചാൽ ആ ഒരു ടൗണിലാട്ടോ കട തുടങ്ങാൻ പോണത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹിറ്റാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ജില്ല മൊത്തം അയൽ ജില്ലകളിൽ നിന്ന് പോലും ഇങ്ങനെ ഇവർ നോട്ടീസ് അടിച്ച് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെ നോക്കിയാലൊരു 10-200 ജോഡിയെങ്കിലും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സച്ചിൻ രേവതി ഓർക്കാണ്, എൻ്റെ ഈശ്വര, ഇത്രയും പേരുണ്ടോ ഇവിടെ. അപ്പോഴേക്കും വർഷ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണ്. എത്ര ആളുകളാന്ന് കണ്ടോ. ഇവരുടെ ഫാമിലി, ഇവരുടെ നാട്ടുകാർ, അങ്ങനെയുള്ള എല്ലാവരും ഈ ഷോ കാണും. അതോടുകൂടി ഇവിടെ ചാനലിന് വലിയൊരു പരസ്യം, ഇവരൊരു ആ ഒരു കടയ്ക്ക് ഷോറൂമിന് വലിയൊരു പരസ്യമാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല വർഷേ, നമ്മളെ കൊണ്ട് വല്ല കൂട്ടിയാൽ കൂടുവോ? ഇത്രയും പേര് വന്നിരിക്കുകയല്ലേ,
അതും അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾക്കാണെങ്കിലോ അത്രയ്ക്ക് വിദ്യാഭ്യാസമോ ഇവരോ ഒന്നുമില്ല. എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, വർഷ പറയാനുണ്ടോ, നമുക്ക് ആദ്യം വേണ്ടതേ നമ്മളുള്ളൊരു കോൺഫിഡൻസാ. നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മൾ എന്താണെന്നൊക്കെ മറ്റുള്ളവരെല്ലാം തീരുമാനിക്കണ്ടേ, നമ്മളെ തീരുമാനിക്കണ്ടേ. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം നമ്മുടെ കൺട്രോൾ ആയിരിക്കണം. മറ്റുള്ളവരൊക്കെ എന്തും പറഞ്ഞോട്ടെ, അത് കാര്യമാക്കല്ലേ. നമ്മുടെ കഴിവ് എന്താണോ അത് നമ്മൾ പ്രകടിപ്പിക്കണം, അത്ര മാത്രം കണക്കാക്കിയാൽ മതി. പിന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ, ഈശ്വരനുള്ളപ്പോ അതെല്ലാം നമ്മുടെ വഴിക്കനെ കൊണ്ടുവരും. അല്ലാതെ അമ്മ പറഞ്ഞെന്ന് ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാറട്ടോ. ശരിക്കും നമ്മുടെ സച്ചിയും വർഷയും നല്ലൊരു അനിയത്തി ചേട്ടൻ ഒരു കോംബോ ആണ് കേട്ടോ. നല്ലൊരു ബോണ്ടിങ് ആണ് അവർ തമ്മിൽ. അങ്ങനെ വർഷ പറയുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ ആവുന്നു കേട്ടോ. അങ്ങനെ ഇവര് അവിടെ വെച്ച് അനൗൺസ് ചെയ്യണം കേട്ടോ. അതായത് കീർത്തി എന്ന് പറഞ്ഞ വലിയൊരു ജ്വല്ലറി ആണ് ഓപ്പൺ ചെയ്യാൻ പോണത് കേട്ടോ. ജ്വല്ലറി കം ഡ്രസ്സിങ് സ്റ്റോറാണ് തുടങ്ങാൻ പോണത്. അപ്പം ഇത് 5-6 നിലയിലായിട്ടുള്ള വലിയൊരു കെട്ടിടമാണ് തുടങ്ങാൻ പോണത് കേട്ടോ. അതായത് 2-3 നിലയിൽ സ്വർണത്തിൻ്റെയും ബാക്കി ഡ്രസ്സിങ്ങും ഒരു കല്യാണ പാട്ടിനൊക്കെ ഉദ്ദേശം കൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ്. സ്വർണ്ണം എടുക്കുന്നവർക്ക് തന്നെ അവിടെ നിന്ന് ഡ്രസ്സിങ്ങും പർച്ചേസ്, വമ്പൻ ഓഫർ, കല്യാണക്കാർക്ക് അതുപോലൊക്കെ ഓഫർ കൊടുത്തിട്ടുള്ള ഒരു വമ്പൻ പരിപാടി ആയിരിക്കും കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ സച്ചിട്ടാ, ഇപ്പം എങ്ങനെയുണ്ട് കണ്ടോന്ന് പറയാണ്. എങ്കിലും ഒരു ഐഡിയ കൊള്ളാമല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആ ഗ്രൂപ്പ് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കടയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും പബ്ലിസിറ്റി ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളും ഞങ്ങളുടെ കൂടെ വേണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓണർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോണത് 3 കപ്പിൾസിനെ ആയിരിക്കും. ആ 3 കപ്പിൾസ് പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും അറിയുകയും സമൂഹത്തിൽ നിലവാരമുള്ളവരും ആയിരിക്കണം. അങ്ങനെയുള്ളവരെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. അവരായിരിക്കും ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോണത്. മറ്റൊരു സിനിമാ നടിയോ മറ്റാരെ വേണമെങ്കിലും ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, സാധാരണക്കാരായി നിങ്ങൾ വേണം ഞങ്ങളുടെ കട ഓപ്പൺ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു മത്സരം വെക്കുന്നത്. ഇതിന് സെലക്ട് ആവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം അത് ചെയ്യാനെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മത്സരം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ തീരുമാനം ശരിയായിരുന്നു അല്ലേ. വർഷ പറയുന്നുണ്ട് അതെന്തായാലും ശരിയാ, വലിയ സിനിമാ നടിയെ കൊണ്ട് നടത്തുന്നതിൽ നല്ലത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള സാധാരണക്കാരാകുമ്പോളേ ആളുകൾക്കും അത് ഒരുപാട് അപ്രോച്ച് ആവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓണർ പറയാണ്, മത്സരത്തിന് വേറെ വലിയ നിയമമോ കാര്യമൊന്നുമില്ല, ഭാര്യയും ഭർത്താവും ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയാണ്, ഇത് 3 ദിവസമാണ് ഈ ഒരു പരിപാടി നടത്താൻ പോണത്. നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ TV ചാനലുകാരും മറ്റു ലൈവായിട്ട് ഉള്ളവരും അതുപോലെ തന്നെ ഒരുപാട് ചാനലും സോഷ്യൽ മീഡിയയും എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ ജ്വല്ലറിയുടെ പേരാണ് ദാ പുറകിൽ എഴുതിയിരിക്കുന്നത്, കീർത്തി ജ്വല്ലറി ആൻഡ് കീർത്തി ഡ്രസ്സിംഗ് വേൾഡ്. ഈ 2 ഇതാണ് നമ്മുടെ കടയുടെ പേരാട്ടോ ഇത്രയും. ഇനി നിങ്ങൾ ചെയ്യാൻ പോണത് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഗെയിം കളിക്കണം. ഈ ഗെയിം കളിയിലൂടെ ഇന്ന് ഇവിടെ നമ്മൾ 100-200 പേരുണ്ടല്ലോ. അപ്പം അയാൾ പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ 100 പേരെയാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത്, നാളെ 50 പേരാണ് സെലക്ട് ചെയ്യാൻ പോണത്, 3-ാമത്തെ ദിവസമായിരിക്കും യഥാർത്ഥ വിന്നറെ സെലക്ട് ചെയ്യാൻ പോണത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. കളിയുടെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ് കേട്ടോ, അത് ആരംഭിക്കാം കേട്ടോ. അപ്പം ഇത്രയും വലിയ പരിപാടി ആയതുകൊണ്ട് തന്നെ 300 പേരുണ്ടല്ലോ, 300 ജോഡിയോളം പേരുണ്ടല്ലോ. അപ്പം ഇത്ര വലിയ ഷോ ആയതുകൊണ്ട് വലിയൊരു ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അതുപോലെ TV ചാനലുകാരും മറ്റെല്ലാവരും വന്ന് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗേൾസിന്, അതായത് പുരുഷന്മാരെയെല്ലാം ഒരു സൈഡിലേക്കും ഗേൾസ്, അതായത് നമ്മുടെ സ്ത്രീകളെല്ലാം ഭാര്യമാരെല്ലാം മറ്റൊരു സൈഡിലാക്കി ഇരുത്താണ്. പരസ്പരം ആർക്കും കോണ്ടാക്ട് ചെയ്യാനോ മറ്റൊന്നും പറ്റില്ല കേട്ടോ. തൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് എന്ന് ഭാര്യയോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചോദിക്കാം കേട്ടോ. സില്ലി ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് എല്ലാവരും ഓർക്കാണ്ടോ. എല്ലാവർക്കും അറിയാം തങ്ങളുടെ ഭാര്യ ജനിച്ച ദിവസം എന്താണ്, ജനിച്ച വർഷം ഏതാണ്, ആ സ്ഥലം എന്താണ്, അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്, അതുപോലെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്താണ്, നമ്മുടെ ഭാര്യയ്ക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതെന്താണ്,
ഭർത്താവിന് ഡ്രീം ഉണ്ടെങ്കിൽ അതെന്താണ്? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഏറ്റവും നിങ്ങൾ കൂടുതൽ നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ്? അതുപോലെ നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ വെറുക്കപ്പെട്ട ഒരു നിമിഷം ഏതാണ്? അങ്ങനെ കുറേ കാര്യങ്ങൾ ഏകദേശം ഒരു 10-20 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ 20 ക്വസ്റ്റ്യനില് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന, അതായത് നമുക്കിപ്പോൾ അറിയാലോ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ ഔട്ട് ചെയ്യും. ഇതിൽ നിന്നും 100 പേരെ മാത്രമേ നാളത്തെ തിരഞ്ഞെടുക്കുള്ളൂ. ഏറ്റവും കൂടുതൽ മാർക്കുള്ള 100 പേരെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിലേക്കായിട്ട് തിരഞ്ഞെടുക്കുക. അങ്ങനെ കളിയുടെ നിയമം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 10-20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വായിക്കാനായിട്ട് അവിടെ നിന്ന് തന്നെയുള്ള സ്റ്റാഫ്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും പേപ്പറിൽ അവരുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ പേര്, അഡ്രസ്സ് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ജഡ്ജസ് പോലെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇത് ഇത്രയ്ക്ക് നല്ലൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 പേരാണ് എല്ലാം ഈ 20 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ശ്രുതി, അതുപോലെ തന്നെ വർഷയും രേവതി 3 കപ്പിൾസും ഉണ്ട് കേട്ടോ. ബാക്കി 7 കൂട്ടരും വേറെ ആളുകളായിരിക്കും. ബാക്കി 90 പേരെയും ഇവർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫുൾ മാർക്ക് മേടിച്ചവരല്ല, എങ്കിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 90 പേരാണ് കേട്ടോ. അങ്ങനെ 200 പേര് അവിടുന്ന് ഔട്ടായി പോവുകയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ ഇവരുടെ വകയായിട്ട് ഓരോ ജോഡി ഡ്രസ്സും ഗിഫ്റ്റ് ബോക്സും ഒക്കെയാണ് കൊടുത്തു വിടുന്നത്. അത് തന്നെ ഇവർക്കൊരു സന്തോഷമാണല്ലോ, അത് തന്നെ ഒരു പബ്ലിസിറ്റി ആയല്ലോ. അങ്ങനെ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. സച്ചിൻ രേവതിയൊക്കെ പരസ്പരം ഹഗ് ചെയ്തൊക്കെ ഉണ്ട് അവിടെ വെച്ച് തന്നെ. വർഷയാണെങ്കിലോ പരസ്പരം നമ്മുടെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം TV-യിലൂടെ ചന്ദ്രയും രവീന്ദ്രനും കണ്ടോണ്ടിരിക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഈ പെണ്ണൊരു നാണമില്ലേ, എത്ര പേരവിടെ കൂടി നിൽക്കുന്നേ എന്ന് പറയുമ്പം രവീന്ദ്രൻ പറയാണ്, ഇപ്പോഴത്തെ കുട്ടികളല്ലേ അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ പറഞ്ഞു വിട്ടെ, അവർ തോറ്റു പോകുന്നു കണ്ടോ? ഇന്ന് തന്നെ ആ ഏറ്റവും മാർക്ക് മേടിച്ച 10 പേരിലെ 3 പേരും നമ്മുടെ മക്കളാ. അവർ പരസ്പരം അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രനും നമ്മുടെ ചന്ദ്രയും ആ TV-യിൽ ഇങ്ങനെ ലൈവായിട്ടെല്ലാം കണ്ടോണ്ടേ ഇരിക്കാം കേട്ടോ. അങ്ങനെ ഇവരെ 100 പേരെയും സെലക്ട് ചെയ്യാണ് നാളത്തേനായിട്ട്. അങ്ങനെ നാളത്തെ സമയവും പറഞ്ഞ് ആ ഗെയിംസിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കുന്നുണ്ട്. നാളെ എന്തായാലും കുറച്ച് ടഫായിട്ടുള്ള ഗെയിം തന്നെയായിരിക്കും. ഇതുപോലെ സില്ലി ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കില്ല എന്നും പറഞ്ഞിട്ടായിരിക്കും അവർ വിടുന്നത്. അങ്ങനെ ഇവരും ഓക്കെ പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് 3 പേരും കൂടി നമ്മുടെ ശ്രീകാന്തിന്റെ ഹോട്ടലിൽ കയറുകയാണ്. ശ്രീകാന്ത് പറയാണ്, എന്തായാലും നമ്മൾ 3 കൂട്ടരും ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് നല്ല രസമുണ്ടല്ലേ, ഇന്ന് എൻ്റെ വകയായിട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. രേവതിയും പറയുന്നുണ്ട്, നല്ല രസമുണ്ടോ നല്ല സച്ചിയേട്ടാ, എങ്കിലും നമ്മുടെ മനസ്സിൽ പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്ന ഇത്രയും പേരുള്ളതെന്ന് ഓർക്കുമ്പോഴേ ഒരുപാട് സന്തോഷമുണ്ട്. സച്ചിനെ കുറിച്ചെല്ലാം കറക്റ്റായിട്ടല്ലേ എഴുതിയത്, അത് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ശ്രുതി പറയാണ്, ഞങ്ങളെ കണ്ടുപിടിക്കുക, ഞങ്ങളും അങ്ങനെ തന്നെയാ കണ്ടോ, ഞങ്ങൾക്കും 20 മാർക്ക്. വർഷ പറയുന്നുണ്ട്, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇന്നത്തെ പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നു, ഇനി നാളെ എളുപ്പമായിരിക്കോ? നാളെ ആണെങ്കിലേ 50 പേരെ സെലക്ട് ചെയ്യാൻ പോണുള്ളൂ, ആ 50 പേരിൽ നമ്മൾ കാണുമോ എന്ന് പറയുമ്പോൾ വർഷ പറയാണ്, അറിയില്ല, നാളെ എന്തോ ഗെയിം ആണെന്നല്ലേ പറഞ്ഞത്, അതിൽ നമ്മൾ ജയിച്ചാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിലോ നമുക്ക് ഇതുപോലെ വന്ന് ഒരു ട്രിപ്പൂടെ കഴിച്ചിട്ടേ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് ചിരിച്ചുകൊണ്ട് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാം പോകാനായിട്ട് റെഡിയാവാണ്. അങ്ങനെ ഇവരെ പോകുന്ന വഴിയിൽ, അതായത് ഈ 3 കൂട്ടരും നമ്മുടെ സച്ചിൻ്റെ കാറിൽ പോകാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കാറിൽ പോയിക്കോളാം എന്ന് പറയുമ്പം വർഷ പറയാണ്, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ചേച്ചി, സച്ചിയുടെ എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ കേട്ടോ എന്നും പറഞ്ഞിട്ട് സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും ഒരു കാറിലും ശ്രുതിയും നമ്മുടെ ശ്രുതിയാണെങ്കിൽ വേറെ കാറിലും പോവാണ് കേട്ടോ. അങ്ങനെ ഇവർ പോയിട്ട് ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ എത്താറുന്ന സമയത്ത് ഇവരുടെ സമയം അടുത്തോണ്ടിരിക്കുകയാണ്. 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലാണ്ടാണ് കേട്ടോ, 9 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഒരു ആക്സിഡന്റ് പോലെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം സച്ചി പോയിട്ട് എന്താണെന്ന് നോക്കുന്നുണ്ട്. അയ്യോ, ഒരു അമ്മയും കുട്ടിയും ആക്സിഡന്റ് ആയിട്ട്, ഒരു അമ്മയ്ക്ക് ആക്സിഡന്റ് ആയിട്ട് കുട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പം ശ്രുതി പറയാണ്, ദേ ശ്രുതി, സമയം കണ്ടല്ലോ, 10 മണി ആവാറായി, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തേണ്ട അത്യാവശ്യം, അല്ലാതെ ഇതൊന്നും അല്ല.
അപ്പോഴേക്കും വർഷ പറയാണ്, അയ്യോ ശ്രീകാന്തെ, നമുക്ക് സമയം പോവാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, എന്താ വർഷ ഇത്, ഒരു ആളിങ്ങനെ അപകടപ്പെട്ട് കിടക്കുമ്പോഴാണോ നമ്മൾ ആ ഒരു ഇത് ആഘോഷിച്ച് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടോ? അപ്പോഴേക്ക് സച്ചിയാണെങ്കിൽ ഇവരെ കോരിയെടുത്ത് വണ്ടിയിലാക്കുന്നുണ്ട്. ആ കുട്ടിയെ കൊണ്ട് വണ്ടിയിൽ കയറ്റാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം പോവാണല്ലോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, സാരമില്ല, നമ്മൾ ഇവരെ എത്തിച്ചിട്ട് നമുക്ക് സമയം താമസിക്കുകയാണെങ്കിലേ ഇതങ്ങ് പോയിന്ന് കണക്കാക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും രേവതിയും വർഷയും നമ്മുടെ സച്ചികൾ കൂടിയിട്ട് ഇവരെ കൊണ്ടൊരു ഹോസ്പിറ്റലിൽ ആക്കുന്നു കേട്ടോ. സമയം നോക്കുമ്പോൾ 10 മണിയായിട്ടുണ്ട്. അങ്ങനെ അവര് നേരെ ആ ഒരു പ്രോഗ്രാം നടത്തുന്ന സമയം അവിടേക്ക് എത്തുക കേട്ടോ. അപ്പോഴേക്കും അവിടെ ചെല്ലുന്ന കയറുമ്പോൾ സമയം 10:30 ആയിട്ടോ. പ്രോഗ്രാം എല്ലാം അവിടെ അനൗൺസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ലാസ്റ്റായിട്ട് വന്ന് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഓണർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം, എന്തായാലും നിങ്ങളുടെ ഗെയിം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പം സച്ചിയൊക്കെ ഞെട്ടിപ്പോവാണ്. അയ്യോ, സമയം കഴിഞ്ഞു പോയോ എന്ന് ഓർക്കുമ്പോൾ ഓണർ പറയാണ്, സമയം കഴിഞ്ഞു പോയില്ല, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എല്ലാവരും ഓരോരോ ഗെയിമിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാട്ടോ എന്താ സംഭവം എന്ന്. അപ്പം നാളെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഷോപ്പുകാര് വളരെ ആഴത്തിലിറങ്ങി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവർ വന്ന വഴിക്ക് കണ്ടൊരു ആക്സിഡന്റ് അല്ലേ, അതൊക്കെ ഇവരെന്നെ ക്രിയേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അതായത് വഴിയിൽ ഇതുപോലൊരു ആക്സിഡന്റ് നടക്കുമ്പം എങ്ങനെയായിരിക്കും ഒരു കപ്പിൾ ബിഹേവ് ചെയ്യണ്ടേ എന്നായിരുന്നു ഇന്നത്തെ ടാസ്ക്. അതിൽ നമ്മുടെ ശ്രുതിയും തോറ്റുപോയി. നമ്മൾ കണ്ടതല്ലേ ഇവര് മൈൻഡ് ചെയ്യാതെ പോയത്. നമ്മുടെ വർഷയാണെങ്കിലും ഒന്ന് മടിച്ചെങ്കിൽ പോലും രേവതി പറഞ്ഞത് കേട്ട് രേവതിയും സച്ചിയും വർഷയും ശ്രീകാന്തും കൂടി അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. അപ്പോൾ ഇവര് അന്ന് ആ പേപ്പറിൽ എല്ലാവരുടെയും പേരും അഡ്രസ്സും ഒക്കെ എഴുതിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും കണ്ടെത്തി. അവർക്കെല്ലാം ടാസ്ക് കൊടുക്കാനായിട്ട് അവരുടെ എല്ലാ സ്റ്റാഫുകളും ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഓരോ ക്യാമറയും ആളുകളും അങ്ങനെ നമ്മുടെ പ്രാങ്ക് വീഡിയോസ് ഒക്കെ കാണില്ലേ, അതുപോലെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാവരും അങ്ങനെ ഈ ഒരു 100 പേരും അന്നങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അതിന് വെറും 30 ജോഡികൾ മാത്രമാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്തത്. അതായത് അവരെ ഹോസ്പിറ്റലാക്കിയത്. ബാക്കി എല്ലാവരും തന്നെ തനിക്ക് സമയമില്ല, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവായിരുന്നു. അപ്പൊ ഈ എല്ലാവരുടെ ദൃശ്യങ്ങളും അവർ TV-യിലൂടെ കാണിക്കാണ്, ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവര് നമ്മുടെ രേവതിയുടെ അമ്മയൊക്കെ കാണുന്നു കേട്ടോ. അമ്മയൊക്കെ പറയാണ്, കണ്ടോ എൻ്റെ മോളുടെ നല്ല മനസ്സുകൊണ്ടാ അവളിതിൽ വിജയിച്ചേ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ മൂത്ത മരുമകളെ മകനെ അനുഗ്രഹിച്ചാണല്ലോ വിട്ടത്, ഇപ്പൊ എന്തുണ്ടായി? അവർ ആ സ്വഭാവം പോലെ തന്നെയാ അവർക്ക് കിട്ടിയത്. രേവതിയുടെ സ്വഭാവം കണ്ടേ വർഷമോക്കും ഇതിൽ അവസരം കിട്ടിയെന്ന് ഓർത്താ മതി. അങ്ങോട്ട് നോക്ക്, എൻ്റെ മോന്റെയും മോടെയും ഒരു കരുതല് കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. ഇതേ അവർക്ക് നേരത്തെ അറിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും ചെയ്തത്. രവി പറയാണ്, ചന്ദ്രേ നീ വായടിച്ച് മിണ്ടാതിരിക്ക്, വെറുതെ ഊളത്തരം പറയല്ലേ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇത് കാണുമ്പം സച്ചിക്കും രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വർഷ പറയാണ്, രേവതി ചേച്ചി എന്തായാലും അടിപൊളി, ഇങ്ങനൊരു മത്സരം നമ്മൾ ആരൊട്ടും പ്രതീക്ഷിക്കില്ല അല്ലേ, എന്തായാലും നമുക്ക് വീണ് കിട്ടിയൊരു അവസരമായത്. ചേച്ചിയുടെ നല്ല മനസ്സും ചേട്ടന്റെ നല്ല മനസ്സും കണ്ടാ ഞങ്ങൾ കൂടി ഈ ഒരു അവസരം കിട്ടിയത്. എന്നാലും ശ്രുതി ചേച്ചിയും ഔട്ട് ആയല്ലോ എന്നും പറഞ്ഞുള്ള ചിരിക്കുമ്പം ഇത് കണ്ട് ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 70 കപ്പിൾസും പോവാണ് കേട്ടോ. ബാക്കി 30 കപ്പിൾസേ ഉള്ളൂ. അപ്പോൾ ഈ എല്ലാ വീഡിയോയും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലാണ് കേട്ടോ, ഇവരിങ്ങനെ സഹായിക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അപ്പോൾ ഈ ഔട്ടായി പോകുന്നവർക്കെല്ലാം ഇവർ മധുരമൊക്കെ കൊടുത്ത് ഇന്നലത്തെ പോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്താണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നാളെ ഈ 30 പേരോടും രാവിലെ തന്നെ എത്തണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അയക്കുന്നത്. അങ്ങനെ നമ്മുടെ തിരിച്ച് വീട്ടിൽ ഇന്നലത്തെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ് 3 കൂട്ടരും. എന്തായാലും നാളെ ഭക്ഷണം കഴിക്കാൻ ഞാനും രചിച്ച് കാണുള്ളല്ലോ സുചേച്ചി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പം ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അയ്യോ ഞാൻ ജസ്റ്റ് ഒന്ന് കിട്ടിയതാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവള് പറയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ആകെ പാടെ വിഷമം. ചന്ദ്ര പറയാണ്, നിങ്ങളും കൂടി അവരൊന്നും സഹായിക്കത്തില്ലായിരുന്നോ? അമ്മേ സമയം പോയതുകൊണ്ടാ ഞങ്ങൾ പോയതെന്ന് ശ്രുതി പറയാണ്. രവീന്ദ്രൻ പറയാണ് കേട്ടോ, ഇങ്ങനെയൊരു കോമ്പറ്റീഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക, ഇന്നേ വരെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവർ ടെസ്റ്റ് ചെയ്ത ടെസ്റ്റിംഗ് സംഭവം കൊള്ളാം, ഇത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാ മനുഷ്യന്റെ മനസ്സിനെ അളക്കേണ്ടത്, പണമാണോ അതോ ഒരാളുടെ ജീവനാണോ വിലയിപ്പിക്കുന്നതെന്നല്ലേ അവർ കണ്ടെത്തിയത്. എന്തായാലും അത് കിട്ടേണ്ടവർക്ക് തന്നെ കിട്ടി എന്നും പറഞ്ഞ് രവീന്ദ്രൻ കയറിപ്പോവാണ്.
ശ്രുതിക്കും ആകെ പാടെ വിഷമമായി. ആ 30-ലൊരാളാവാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് സച്ചിയും രേവതി ഓർക്കാണ് ഇനി നാളെ എന്തായിരിക്കും പരീക്ഷ. എന്നാൽ ഇനി നാളെ വഴി വെച്ചൊന്നും ആയിരിക്കില്ല. വർഷയെ പറയുന്നുണ്ട് അത് ശരിയാ ചേച്ചി, എന്തായിരിക്കും നാളെ. ഓർത്തിട്ടാണെങ്കിലോ ഒരു മനസ്സമാധാനം ഇല്ല. അതൊക്കെ എന്തിനാ ആലോചിക്കുന്നേ, നാളെ എന്താണ് വരുന്നത് നമുക്ക് നാളെ ആലോചിക്കാം, ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞിട്ട് വർഷനെ പറഞ്ഞു വിടുക കേട്ടോ നമ്മുടെ രേവതി. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഹാളിലേക്ക് കിടക്കായിരിക്കും. സച്ചി പറയാണ് നാളെ നമ്മൾ ജയിച്ചാലേ നമ്മള് മിക്കവാറും അടുത്ത മാസം കിടക്കുന്നതേ നമ്മുടെ മുറിയിലായിരിക്കും, AC ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ലൊരു മുറിയിൽ എന്നും പറഞ്ഞിട്ട് ചിരിച്ചോണ്ടോടെ കിടക്കാം കേട്ടോ. അങ്ങനെ മത്സരം 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയും രേവതിയും അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നുള്ളത് കുറച്ച് ചെറിയ ഗെയിംസ് ആണ് കേട്ടോ. അതായത് കപ്പിൾസ് ആയിട്ടുള്ള ചെറിയ ചലഞ്ചസും അതുപോലെ എടുത്തുകൊണ്ട് ഓടുന്നതും അങ്ങനെ കുറച്ച് ഗെയിംസ് ആണ്. അങ്ങനെ ഗെയിംസിലെല്ലാം ജയിച്ച് അവസാനം ഒരു 5 കപ്പിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഔട്ടായി പോകുന്നുണ്ട്. അതിൽ നമ്മുടെ വർഷയും ശ്രീകാന്തും നമ്മുടെ സച്ചിൻ രേവതിയും കേട്ടോ. അങ്ങനെയാണ് 5 കപ്പിൾസ്. അങ്ങനെ ലാസ്റ്റ് ഈ 5 കപ്പിൾസിനെ വെച്ചായിരിക്കും കേട്ടോ ഇനിയുള്ള കളി നടക്കാൻ പോണത്. അപ്പം ഓണർ പറയുന്നുണ്ട് ഇവർ 5 പേരുമാണ് ഇതിലെ ബെസ്റ്റ് കപ്പിളായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുന്നതിനെ കുറിച്ച്, രണ്ടാമത് പരസ്പരം സഹായിക്കുന്നതും, ഒരു വഴിയിലൊരു അപകടം നടന്നപ്പോൾ സഹായിക്കുന്നതിനെ കുറിച്ച്, മൂന്നാമത് രണ്ടുപേരും ഗെയിമിൽ പരസ്പരം ആത്മാർത്ഥതയോടെ വിട്ടുകൊടുക്കാതെ രണ്ടുപേരും ചെയ്തു, രണ്ടുപേരെ കഴിവുകളും എത്തിച്ചു. അങ്ങനെ ഒരു ഇതാട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത്. എത്രത്തോളം അവർ സ്പർശനം കൊണ്ടെങ്കിലും അവർ മനസ്സിലാക്കുമെന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ ആരാണോ കൃത്യമായി കണ്ടുപിടിക്കുന്നത് അവരാണ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഓർക്കാണത് എന്താണ് സംഭവം കേട്ടോ. അപ്പം എല്ലാവരെയും കണ്ണ് കിട്ടുക കേട്ടോ. ഈ 10 പേരെയും കണ്ണ് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സച്ചിനും ശ്രീകാന്ത് എല്ലാം ഇങ്ങനെ നിരത്തി അവരുടെ കൈ മാത്രം ഇങ്ങനെ നീട്ടിയിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെയാണ് നിൽക്കേണ്ടത്. എന്നിട്ട് ഓരോ ഭാര്യമാരും ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കണം. നമ്മൾ കയ്യിൽ മാത്രം ടച്ച് ചെയ്യാൻ പാടുള്ളൂ, വിരലുകളിൽ മാത്രം ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വിരലിന്റെ പുറത്ത് ടച്ച് ചെയ്ത് ഇതിൽ ആരാണ് ഭർത്താവ് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ രേവതിയും കൃത്യമായി കണ്ടുപിടിക്കുന്നുണ്ട്. വേറൊരു കപ്പിൾ കൂടി കണ്ടുപിടിക്കുകയാണ്. അതുപോലെ തിരിച്ചും ചെയ്യണം. തിരിച്ചും ഇവർ 3 പേരുണ്ട് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡിനും ഉള്ള ആളായിട്ടുണ്ട്. 3 ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഈ 3 പേരിൽ നിന്ന് ഇനി ആരാണ് ഫസ്റ്റ്, ആരാണ് സെക്കൻഡ്, ആരാണ് തേർഡ് എന്ന് കണ്ടുപിടിക്കണം. ആ ഒരു കടമ്പയും കൂടി മാത്രം കേട്ടോ. എന്തായാലും കളിച്ച് നമ്മുടെ സച്ചിൻ രേവതിയും ഈ 3 പേരിൽ എത്തിയിരിക്കുകയാണ്. കൂടെ തന്നെ ശ്രീകാന്തും വർഷയും കേട്ടോ. ഇത് കണ്ട് വീട്ടിലെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിക്കും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അച്ഛൻ പറയാണ് ഇനിയിപ്പോൾ സമാധാനമുണ്ട്. 3-ാം സ്ഥാനമാണെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ ആയിട്ടും 1 ലക്ഷം രൂപ കിട്ടുന്നതല്ലല്ലോ. അവർ മത്സരിച്ച് ഇത്ര ആളുകളുടെ മുമ്പിൽ ഇത്രയും അവർ വൈറലായല്ലോ, ആൾക്കാരൊക്കെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ, അത്ര എത്തിയല്ലോ, സമാധാനം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ശ്രുതി എന്ന് വിളിച്ചിട്ട് ശ്രുതിയും പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയ്ക്കും ആകെപ്പാടെ ദേഷ്യം വന്ന് അത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഗെയിം എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഫസ്റ്റിന് വേണ്ടിയുള്ള കളിയാണ്. ഫസ്റ്റും സെക്കൻഡും തേർഡും അതാരായിരിക്കുമെന്ന് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ എല്ലാവരും. അവരുടെ കളിയുടെ പ്രമോഷനാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. അവർ പറയുന്നുണ്ട് ഭർത്താക്കന്മാര് തൻ്റെ ഭാര്യമാരെ എത്രത്തോളം സുന്ദരിയാക്കാൻ പറ്റുമോ അത്രത്തോളം സുന്ദരിയാക്കണം. ഏറ്റവും മനോഹരമായിട്ട് ആരെയാണോ ഒരു ഭർത്താവ് ഒരുക്കുന്നത് അവരായിരിക്കും ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയായിരിക്കും വിരുന്നുകാരെ നടത്തുക എന്ന് പറയുന്നുണ്ട്. ഇവർ തന്നെ ഇവരുടെ ജ്വല്ലറിയിലുള്ള ഏറ്റവും വില കൂടിയ ഏറ്റവും ഭംഗിയുള്ള സ്വർണവും അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട അതുപോലത്തെ 3 പേർക്കും സാരികളും നൽകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ മേക്കപ്പ് പ്രൊഡക്ട്സും എല്ലാം കൊടുക്കാണ്. അപ്പൊ ശ്രുതി ഓർക്കുന്നുണ്ട് ഈശ്വര ഇതിനെങ്ങാനും പോയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടിയേനേന്ന് ശ്രുതി മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി ഓർക്കാണ് ഈശ്വര ഇന്നേ വരെ അവളുടെ മുടി പോലും ചീവിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ അവളെ ഒരുക്കും എന്ന് ഓർക്കുന്നുണ്ട്. ശ്രീകാന്തിനോട് വർഷ ചോദിക്കുകയാണ് എന്തെങ്കിലും അറിയോ? വില പാചകം ചെയ്ത് ഭാര്യയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ഞാനിപ്പോൾ സെറ്റ് ആക്കിയേനെ. 3-ാമത്തെ കപ്പിളും അത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 3 പേരും ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഇതിലേതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും ഇവർക്ക് അറിയില്ല. രേവതി ആണെങ്കിലും ഭാര്യമാർ സംസാരിക്കാൻ പാടില്ല കേട്ടോ. സ്റ്റേജിൽ വെച്ച് തന്നെയാണ് ഇത് നടത്തുന്നത്. 3 പേരും സാരിയൊക്കെ ഉടുത്തിട്ട് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ മേക്കപ്പ് ചെയ്ത് കൂടുതൽ ഭംഗിയാക്കണം. സച്ചി ആണെങ്കിൽ ഓർക്കാണ് ഈശ്വര ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാനാന്ന് ഓർക്കുന്നുണ്ട്. എന്തായാലും സച്ചി ഒരു ആത്മവിശ്വാസമൊക്കെ വെച്ചുകൊണ്ട് രേവതിനെ
നല്ല ഭംഗിയാക്കി ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടിയൊക്കെ കെട്ടി അവൾക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുകയും എല്ലാ ഓർണമെന്റ്സ് ഒക്കെ അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ സച്ചി പോലെ ഓർത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കുന്നു കേട്ടോ. നന്ന് സെറ്റപ്പായിട്ട് ഒരുക്കുന്നുണ്ട്. വർഷനെ ശ്രീകാന്ത് നല്ലവണ്ണം തന്നെ അണിയിച്ചൊരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ കപ്പിളും നന്നായിട്ട് തന്നെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 പേരെയും ഒരുക്കുന്നത് ഇങ്ങനെ ജഡ്ജസ് ഒക്കെ നോക്കിയിരിക്കാർക്കും. എന്നിട്ട് ലാസ്റ്റായിട്ട് തൻ്റെ ഭർത്താവിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്നും കൂടെ 3 പേരോട് ചോദിക്കുകയാണ്. അപ്പം 3 പേരും അതിന് ഉത്തരവും പറയുന്നുണ്ട്. നമ്മുടെ രേവതി പറയുന്നുണ്ട്, തൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി, അതിനുശേഷമാണ് ഇഷ്ടമില്ലാതെ ഞങ്ങൾ വിവാഹം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ് എനിക്ക് എൻ്റെ ഭർത്താവ്. അച്ഛൻ്റെ സ്നേഹവും കരുതലും എനിക്കെൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാറുണ്ട്. അവൻ്റെ ഭർത്താവിൻ്റെ സ്നേഹവും എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു വീടില്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പണമില്ല, എങ്കിലും ഞങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് പണമുള്ളവരാണ്, ഒരുപാട് സമ്പത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ പുകഴ്ത്തി അടിക്കുന്നത് നമ്മൾ രേവതിയാണെങ്കിൽ ഭർത്താവ് ചെയ്തു തരുന്ന കാര്യങ്ങളും ഭർത്താവിന് എത്രത്തോളം ഇഷ്ടമാണെന്നും ഒരു ദിവസം തന്നെ കാണാതെ പോയപ്പോൾ തന്നെ ഭർത്താവ് അനുഭവിച്ച വേദനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വർഷയും പറയുന്നുണ്ട്, ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഭർത്താവിനിട്ടാണ് താൻ വീടിട്ട് വന്നതെന്നും, പക്ഷേങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്, എങ്കിലും ഞങ്ങൾ പിണങ്ങിയിരിക്കാറില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് ചേരും എന്നൊക്കെ പറയാണ്. 3ാമത്തെ കപ്പിളും അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏറ്റവും കൺവിൻസിങ് ആയതും ഏറ്റവും ഒരുപാട് ഇഷ്ടം തോന്നിയതുമായിട്ടുള്ള ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ രേവതിയുടെ സച്ചിൻ ആയിരിക്കുമല്ലോ. അങ്ങനെ രേവതി സച്ചി ഫസ്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡായിട്ട് വർഷയും ശ്രീകാന്തും 3ാമതായിട്ട് കപ്പിൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. ഇത് കേട്ട് ചങ്ക് തകർന്നിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയൊക്കെ. ഈശ്വര, ഫസ്റ്റ് പ്രൈസ് ഇവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. രവീന്ദ്രനാണെങ്കിൽ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അച്ഛമ്മയും ഈ ഷോ കണ്ടിരിക്കുകയാണ്, അച്ഛമ്മയും കൈയടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി വീട്ടുകാർക്കും ഒരുപാട് സന്തോഷമാണ്. കണ്ടോ എന്ത് പൊരുത്തും അവർ തമ്മിൽ, എന്തൊരു സ്നേഹം നോക്കടാ എന്നൊക്കെ പറഞ്ഞ് ശരത്തിനോടും പറയുന്നുണ്ട് കേട്ടോ. ശരത്തപ്പോൾ കുറച്ചൊക്കെ മനസ്സ് മാറിയല്ലോ, അവനും ആ ഷോ കാണുന്നുണ്ട്. ഇത് കണ്ട് ആനടിക്കൊക്കെ വല്ലാത്ത കലിപ്പാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹിമയ്ക്കാണെങ്കിൽ തൻ്റെ മോള് ജയിച്ചല്ലോ, അതിൽ സന്തോഷമുണ്ട്. സച്ചിയൊക്കെ ജയിച്ചതിൽ ദേഷ്യമുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള 3 ലക്ഷം രൂപ ശ്രീകാന്തിന് വർഷയ്ക്കുണ്ട്. 1 ലക്ഷം രൂപ മറ്റേ കപ്പിൾസിന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഇത് മാത്രമല്ല 1ാം സ്ഥാനം എത്തിയവർക്ക് ഇനിയുണ്ട് സമ്മാനങ്ങൾ, ഞങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ സമ്മാനങ്ങൾ നൽകുമെന്നും പറഞ്ഞുകൊണ്ട് അവരൊരു ജ്വല്ലറി സെറ്റ് തന്നെ കൊടുക്കുക കേട്ടോ. 2 വളയും മാലയും കമ്മലും ഒക്കെയുള്ള 10 പവൻ്റെ ഒരു സെറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് 5 പവൻ്റെ സെറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് കാണുമ്പം സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രേവതി പറഞ്ഞിരുന്നല്ലോ തൻ്റെ ഭർത്താവ് അധ്വാനിച്ച് വാങ്ങിക്കുന്ന ഇതുള്ളെന്ന്. അപ്പം ഇത് ഇവർ കഷ്ടപ്പെട്ട് തന്നെ നേടിയെടുത്തതാണല്ലോ സമ്മാനമായിട്ട്. അപ്പം ആ 5 പവൻ്റെ അവക്കൊരു 2 പവനിലെ മാല വാളയും കേട്ടോ. അത് കാണുമ്പോഴും ചന്ദ്രയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. രവി പറയാണ്, അങ്ങോട്ട് നോക്കടി, അതാ പറഞ്ഞത്, മനസ്സിൽ നന്മയും സ്നേഹമൊക്കെ ഉള്ളവരടുത്ത് ഈശ്വരൻ എപ്പോഴും കാണും, അല്ലെങ്കിൽ അവർക്കങ്ങനെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ 2 വലിയ കള്ളത്തരം കാണിച്ചായിരിക്കും, മിണ്ടി പോയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒറ്റയടിക്ക് നമ്മുടെ രേവതിക്കൊക്കെ അവളുടെ താലിമാല പോയൊരു താലിമാലയുമായി വളയുമായി അങ്ങനെ നമുക്ക് റൂം കിട്ടാനുള്ള പൈസയുമായി കേട്ടോ. അങ്ങനെ ഇവർ സന്തോഷത്തിൽ ഇതൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് ഒരു ഹോട്ടലിൽ പതുപോലെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് ഇവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ സന്തോഷത്തോടിയിട്ട് 2 മക്കളെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. പറയാണ്, ഒരുപാട് സന്തോഷമായടാ, എന്തായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിന്റെ അമ്മയുടെ പ്രാക്ക് ഒരിക്കലും ഏക്കാൻ പോണില്ല. എവിടെയെങ്കിലും നിങ്ങൾ പരീക്ഷയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ പ്രാക്ക് മേടിച്ചിട്ട് പോയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ശ്രുതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. രേവതി പറയാണ്, അവരുടെ ജ്വല്ലറി തന്നെയുള്ള ഡ്രസ്സുമുണ്ട്, സ്വർണ്ണമുണ്ട്, നമുക്ക് സമ്മാനമായിട്ടെന്നൊക്കെ പറയാണ്. എന്തായാലും ഇതോടുകൂടി റൂം പ്രശ്നം കഴിഞ്ഞല്ലോ, നിങ്ങളുടെ പൈസ കൊണ്ട് അധ്വാനിച്ച് റൂം കിട്ടണമെന്നായിരുന്നല്ലോ നിന്റെ ശബ്ദം, എന്തായാലും അത് നേടി. 5 ലക്ഷം രൂപയുണ്ടല്ലോ, സ്വർണ്ണം പണയം വെച്ചാൽ ബാക്കി 2 രൂപ കിട്ടും, നിങ്ങൾക്ക് സുഖമായിട്ട് വീട് വെക്കാമെന്ന് റൂം വെക്കാമെന്ന് പറയാണ്. അങ്ങനെ രേവതിക്ക് സച്ചിക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഒരു റൂമൊക്കെ പണിയാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ടെന്ന് അറിയാം, എങ്കിലും ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ ദിവസവും സച്ചിൻ രേവതിയുടെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, കാരണം നമ്മൾ ഇത്രയും നേരം ലെങ്തി ആയിട്ട് വിടാതെ സംസാരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് അടിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് സംസാരത്തിലും മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.